ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കേൾവിക്കാരനെ കൂടി കിട്ടിയല്ലോ. എല്ലാം ശരിയാവിടോ, അല്ലാതെ എവിടെ പോവാൻ? തന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, അത് ഉറപ്പാ. എന്നാ ശരി. കേക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്ക്. അങ്ങനെ ഒരു ചൊല്ലുണ്ട് എന്നെ കുറിച്ച് നാട്ടും പുറത്ത്. അത് നിനക്കിപ്പോ ഇവിടെ കാണണോ? എങ്കിൽ കൊണ്ടോടാ ശിവന്റെ മൂക്കിന്റെ പാലം തെറിപ്പിക്കുന്ന ഇടി. ശിവ, കൈയെടുക്ക്. എന്റെ അപ്പന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്കാനാ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ഇവരുടെ മുമ്പിലിട്ട് നിങ്ങളെ രണ്ടുപേരും തല്ലാം, പേ പിടിച്ച പട്ടികളെ തല്ലുന്ന പോലെ. തല്ലിയിട്ട് ഇതുപോലെ തന്നെ പോകാനുള്ള തന്റെ ഇടമുണ്ട്. പക്ഷേ സ്ത്രീകളുടെ മുന്നിൽ വെച്ച്, അതും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലുന്നത് ആണത്തമായിട്ട് ശിവൻ കരുതുന്നില്ല. അതുകൊണ്ട് മാത്രം നിന്നെ രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ ഇനി ഈ തിരുമുറ്റത്തേക്ക് എന്നെ വരുത്താനുള്ള ശ്രമം ഉണ്ടായ ഇതൊക്കെ ഞാനങ്ങ് മറക്കും. എന്റെ ജാതകവശ പക്ഷിയുടെ സ്ഥാനം പുള്ളിക്കുറുവനാ. അതങ്ങനെ ഇങ്ങനെയൊന്നും കൂവില്ല. പക്ഷേ തലയ്ക്ക് മുകളിൽ നിന്ന് കൂവിയ മരണം ഉറപ്പാണെന്നാ പറയുന്നേ. അപ്പനും മകനും കൂടി ആള് കളിച്ച് പുള്ളിക്കുറുവനെ തലയ്ക്ക് മുകളിലിട്ട് വട്ടം പറപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ആയുസ് പറപ്പിക്കും ഞാൻ അങ്ങ് നരകത്തിലേക്ക്. അതിനുള്ള ലൈസൻസ് എടുത്തിട്ടുള്ളവനായ ശിവൻ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. ശിവോഹം അതിലുണ്ടല്ല. പിടിച്ചോ. ക്ഷമിക്കണം സാറേ, അവർ ഇടിച്ചു കയറി വരുമെന്ന് ഞാൻ ഓർത്തില്ല. എടാ, വീടിനും വീട്ടുകാർക്കും സംരക്ഷണം ഒരുക്കാനാണ് സെക്യൂരിറ്റി. അതിന് കഴിവില്ലെങ്കിൽ ആ പണിക്ക് നിക്കരുതടാ. എടാ പൊന്നുമോനെ, നിന്നോടും കൂടിയാ പറഞ്ഞത്. എടാ, അടിച്ചു വീഴ്ത്താമെന്ന് ഉറപ്പുള്ളവനെ അടിച്ചു വീഴ്ത്താവൂ, ഇല്ലെങ്കിൽ അടവ് മാറ്റണം. ശത്രുവിന്റെ ബുദ്ധിക്ക് മേലെ സഞ്ചരിക്കുന്ന അടവ്. അതിനെ എന്റെ മോൻ കുറച്ചുകൂടൊന്ന് വളരാനുണ്ട്. ഇപ്പോ അവൻ വീട്ടിൽ കയറി, ഇനി അവൻ തലയിൽ കയറും. അതിനു മുമ്പ് അവന്റെ തല വെട്ടണം. ഇല്ലെങ്കിലേ എപ്പോഴും നമ്മൾ അവന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. ചിന്തിക്ക്, എന്നിട്ട് പ്രവർത്തിക്ക്. എന്റെ പൊന്നുമോളെ, കേറി പോടിയകത്ത്. എടി, ആണുങ്ങൾ അടി കൂടുമ്പോ ചിലപ്പോ ജയിക്കും, ചിലപ്പോ ചത്തു വീഴും.
രണ്ടായാലും പെണ്ണുങ്ങളുടെ സ്ഥാനം ഗ്രൗണ്ടിന് പുറത്താ. എൽസമ്മേ, അതെ, മനസ്സിലാക്കി പെരുമാറാൻ പറയണം നിന്റെ പൊന്നുമോളോടും, കേട്ടോ? ചെന്ന് രക്ഷിച്ചതാ ഇപ്പൊ കുറ്റമായത്. അത് ശരി, ആശന പലിശക്ക് പണം കൊടുക്കുകയായിരുന്നോ? ദാ, അതെ, പെട്ടെന്നൊന്നും എന്നോട് ഈ കാശ് ചോദിച്ചു കളയരുത്. ഹേയ് ഇല്ലടോ, തന്നിട്ട് സൗകര്യത്തിന് തന്നാ മതി. പലിശ പോലും ഞാൻ ചോദിക്കുന്നില്ല, പോരെ? താങ്ക്സ്. എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു കേൾവിക്കാരനെ കൂടി കിട്ടിയല്ലോ. ഹേയ്, എല്ലാം ശരിയാവിടോ, അല്ലാതെ എവിടെ പോവാൻ? തന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, അത് ഉറപ്പാ. എന്നാ ശരി. ആ, കേക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്ക്. ആ, എങ്ങനെയുണ്ടാ പുതിയ അപ്പോയിന്റ്മെന്റ്? വർക്കൗട്ട് ആവോ? നല്ല ഗംഭീര തുടക്കല്ലേ രോഹിത് ബ്രോ, പൊളിയാണ്. ചിലപ്പോ ആശനെ കടത്തി വെട്ടും. ആ, അങ്ങനെയല്ലേ വേണ്ടേ? എടാ, ഈ സാരഥിയുടെ മികവിലാണ് രഥം പോണ്ടേ. എങ്കി ഈ സാരഥി ഈ രഥം പറപ്പിക്കും. കാശുണ്ട് നോക്കിയേ. എന്തെങ്കിലും കുറവുണ്ടാ? കുറവുണ്ടോന്നോ? 2 മാസത്തെ പലിശയും ദേ ഈ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മാസത്തെ പലിശയും കൂടിയാ രോഹിത് ബ്രോ മേടിച്ചു വന്നിരിക്കുന്നതേ. അത് കലക്കിയല്ലോ.